ഫ്രാൻസിൻ്റെ തലസ്ഥാന നഗരമാണ് പാരീസ്. ഫ്രഞ്ച് ഉച്ചാരണം പാരി. വടക്കൻ ഫ്രാൻസിലെ സീൻ നദിയുടെ തീരത്ത് ഇൽ ഡി ഫ്രാൻസ് പ്രദേശത്തിന്റെ ഹൃദയഭാഗത്തായാണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. പ്രണയത്തിന്റെയും കലാസാഹിത്യങ്ങളുടെയും കേന്ദ്രസ്ഥാനമായി പാരീസ് അറിയപ്പെടുന്നു. പാരീസ് നഗരത്തിന്റെ ഭൂമിശാസ്ത്രപരമായ ഭരണപരിധിക്ക് 1860 ശേഷം കാര്യമായ മാറ്റം വന്നിട്ടില്ല. പാരീസ് നഗരത്തിന്റെ വിസ്തീർണം 105.4 ചതുരശ്ര കിലോമീറ്ററാണ്. 2014 ജനുവരിയിലെ കണക്കുപ്രകാരം പാരീസ് നഗരത്തിലെ ജനസംഖ്യ 2,02,41,246 ആണ്. ബൃഹത് പാരീസ് നഗരത്തിന്റെ വിസ്തീർണം 2844 ചതുരശ്ര കിലോമീറ്റർ ആകുന്നു. പാരീസ് ചെലുത്തുന്ന സ്വാധീനം അതിനെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗോള നഗരങ്ങളിലൊന്നാക്കിയിരിക്കുന്നു. ഫോർച്യൂൺ മാസിക പുറത്തിറക്കിയ ഫോർച്യൂൺ ഗ്ലോബൽ 500 പട്ടികയിലുള്ള 36 കമ്പനികൾ പാരീസ് പ്രദേശം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നു. യുനെസ്കോ, OECD, ICC തുടങ്ങിയ അന്താരാഷ്ട്ര സംഘടനകളും പാരീസ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് പാരീസ്. വർഷം തോറും ഏകദേശം 3 കോടി വിദേശ വിനോദസഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത്. 1924 എന്നീ വർഷങ്ങളിലെ ഒളിമ്പിക്സ് മത്സരങ്ങൾ ഇവിടെയാണ് നടത്തപ്പെട്ടത്. ക്രിസ്തുവിന് മുമ്പ് 3-ാം ശതകത്തിൽ പാരീസി എന്ന ഗാൾ വംശജർ സെയിൻ നദിയിലെ ഇന്ന് ഡില സിറ്റി എന്നറിയപ്പെടുന്ന കൊച്ചുദ്വീപിൽ താമസമുറപ്പിച്ചതായും ആ ജനപദം പിന്നീട് പാരീസ് എന്ന പേരിൽ അറിയപ്പെട്ടതായും പറയപ്പെടുന്നു. ക്രിസ്തുവിന് മുമ്പ് 5-ാം ശതകത്തിൽ ജൂലിയസ് സീസറുടെ സൈന്യം ഇവിടെ താവളമടിച്ചു. ഈ പ്രദേശത്തെ റോമ സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തു. ചതുപ്പ് നിലമെന്നോ ദ്വീപെന്നോ അർത്ഥം വരുന്ന ലൂഡേഷ്യ എന്ന പേരാണ് ഈ പ്രദേശത്തിന് റോമാക്കാർ നൽകിയത്. സീസർ സ്വയം ഇവിടം സന്ദർശിച്ചതായും പറയപ്പെടുന്നു. ൽ ഫ്രാങ്ക് വംശജനായ ക്ലോവിഡ് പാരീസിനെ തൻ്റെ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരമാക്കി. ഈ വംശത്തിലെ ഏറ്റവും പ്രശസ്തനായ രാജാവായിരുന്ന ചാർലിമേൻ പാരീസിൽ ശ്രദ്ധ പതിപ്പിച്ചില്ല. 768 പദവിയേറ്റ ചാർലിമേൻ സാമ്രാജ്യം ഏറെ വികസിപ്പിച്ചു. കരോളിംഗ്യൻ സാമ്രാജ്യം എന്നറിയപ്പെട്ട ഭൂവിഭാഗത്തിൻ്റെ തലസ്ഥാനം ഇന്ന് ജർമ്മനിയിൽ ഉൾപ്പെടുന്ന ആക്കൈൻ ആയിരുന്നു. 814 ചാർലിമേൻ അന്തരിച്ചു. പിന്നീട് 1.5 നൂറ്റാണ്ടിലധികം പിൻഗാമികൾ തമ്മിൽ അധികാരത്തെ ചൊല്ലി വിവാദങ്ങൾ ഉയർന്നു. സെയിൻ നദി വഴി യുദ്ധക്കപ്പലുകളോടെ എത്തിയ നോർമൻ വൈക്കിംഗ് വംശജരുടെ തുടരെയുള്ള ആക്രമണം സാമ്രാജ്യത്തെയും പാരീസിനെ പ്രത്യേകിച്ചും വല്ലാതെ ക്ഷീണിപ്പിച്ചു. പാരീസിൽ ക്രമസമാധാന സ്ഥിതി തകരാറിലായി. ഫ്രാങ്ക് വംശത്തിലെ അവസാനത്തെ രാജാവ് ലൂയി 5 വെറും 2 വർഷമേ ഭരിക്കാനായുള്ളൂ. സന്തതികളില്ലാതെ ലൂയി 5 987 അന്തരിച്ചു. തുടർന്ന് പാരീസിലെ ഹ്യൂ ക്യാപ്പറ്റ് പ്രഭു ഫ്രാൻസിന്റെ രാജാവായി അവരോധിക്കപ്പെട്ടു. 996 അന്തരിക്കും വരെ ഹ്യൂ ക്യാപ്പറ്റ് പാരീസ് ഭരിച്ചു. അതിനുശേഷം അയാളുടെ പിൻഗാമികളും ഭരണം തുടർന്നു.